നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടില്ല. പക്ഷെ ഞാനത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓൺലൈൻ വീഡിയോ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല. അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബിജെപിയുടെ കൂടെ എൻ്റെ മുഖം കൂടെ കണ്ടപ്പോൾ, അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്.